കുറേ നാളായിട്ട് അച്ഛൻ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഞായറാഴ്ച നമുക്ക് സമയം കിട്ടിയപ്പോൾ നമ്മൾ അച്ഛൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയി. എവിടെയാണെന്ന് വെച്ചാൽ പേട്ട ആനയറ കല്ലുമോടുള്ള ഒരു അമ്പലമാണ് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം. കേരളത്തിൽ തന്നെ ആദ്യത്തെ വരാഹി ദേവി പ്രതിഷ്ഠയുള്ള അമ്പലമാണ് കേട്ടോ. അപ്പോൾ ഈ അമ്പലത്തിൽ ഏറ്റവും പ്രത്യേകതയുള്ള ദിവസം പഞ്ചമിയാണ് കേട്ടോ. അപ്പോൾ പഞ്ചമി ദിവസത്തിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ 10:30 മണിയായി കേട്ടോ. നട അടയ്ക്കുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളിങ്ങനെ നടന്ന് വരുന്ന വഴിക്ക് ദീപാരാധന കൊടുക്കുന്ന മണിയുടെ ശബ്ദം കേട്ടപ്പോൾ നമ്മൾ വെച്ച് നട അടയ്ക്കാറായെന്ന്. അങ്ങനെ നമ്മൾ ഓടിയൊക്കെ ഇങ്ങെത്തി. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല, നടയൊന്നും അടയ്ക്കാറായില്ല കേട്ടോ. ഒരു 11:30 ആകുമ്പോഴേ നട അടയ്ക്കുള്ളൂ. ഈ അമ്പലത്തിൽ 2 ദേവീ പ്രതിഷ്ഠകളാണ് കേട്ടോ. ഒന്ന് ദേവിയും ഒന്ന് വരാഹി ദേവിയും. അപ്പോൾ നമ്മൾ 2 ദേവിമാർക്കുള്ള വഴിപാടുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി. അപ്പോൾ 150 രൂപ അടച്ച് റെസിപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ദേവിമാർക്കുള്ള വഴിപാടുകൾ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ ഒരു തട്ടത്തിൽ ഇത്രയും ചിരാതുകളും എണ്ണയും തിരിയൊക്കെ തരും. നമ്മളത് തിരിയെല്ലാം ഇട്ട് കത്തിച്ച് ദേവിയുടെ നടയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ദേവിക്ക് 3 തവണ ആരതി ഒഴിയണം. അത് കഴിഞ്ഞ് നമ്മൾ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണവും വെച്ച ശേഷം ഈ ചിരാതുകൾ ദേവിയുടെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കുക. നമ്മൾ ഒരാൾ ഒരു തട്ടം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 തട്ടം എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 3 പേരുടെ പേരിലാണ് ഇത് ചെയ്യാൻ വേണ്ടി എഴുതിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 തട്ടം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ആൾ പറഞ്ഞു തരികയാണ്, ഒരാൾക്ക് ഒരു തട്ടം മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ നമ്മളിതാ ദേവിക്ക് ആരതി കൊടുത്തിട്ട് പ്രദക്ഷിണം വെച്ചു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഒരു തട്ടമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 തട്ടം എടുത്തതിൽ ഒരു തട്ടം അച്ഛൻ്റെ കൊടുത്തട്ടോ. പിന്നെ അച്ഛൻ ആരതി കൊടുത്തിട്ട് പ്രദക്ഷിണം വെച്ചിട്ട് ദേവിയുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരാഹി ദേവിക്കുള്ള വഴിപാടാണ് കേട്ടോ. അപ്പോൾ വരാഹി ദേവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തട്ടത്തിൽ പച്ചരിയും പിന്നെ അതുപോലെ തന്നെ തേങ്ങ 2ആയി മുറിച്ച് വയ്ക്കും. അതുപോലെ തേങ്ങയ്ക്ക് ചുറ്റും ഇതുപോലെ ചന്ദനവും കുങ്കുമവും ഒക്കെ തൊട്ടിരിക്കും. പിന്നെ തേങ്ങയിൽ നിറച്ച് നെയ്യ് ഒഴിച്ചിരിക്കും. നെയ്യ് വേണം അവിടെ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് തിരിയും തരും കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയുടെ 5 സൈഡിലായിട്ട് 5 തിരിയിട്ട് കത്തിച്ച ശേഷം വരാഹി ദേവിയുടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്ന് ദേവിക്ക് 3 തവണ ആരതി കൊടുത്ത ശേഷം ഇതുപോലെ ക്ഷേത്രത്തിന് ഫുള്ളും ഒരു വലത് വെച്ച് വരാഹി ദേവിയുടെ അമ്പലത്തിനുള്ളിലേക്ക് കയറി ഈ കത്തിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ദേവിയുടെ നടയിൽ ഫ്രണ്ടിലേക്ക് വയ്ക്കുക. അതുപോലെ ആ തട്ടത്തിലുള്ള പച്ചരിയും അവിടെ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതാണ് അവിടുത്തെ വഴിപാട്. അപ്പോൾ വഴിപാടെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നട അടയ്ക്കാറായിട്ടോ. അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പ്രസാദമൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ വരാഹി ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച ആ ഒരു പച്ചരി അവിടെ നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് അത് വാങ്ങാം. അപ്പോൾ നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ഇവിടെ വേറെയും ഒരുപാട് വിശേഷപ്പെട്ട വഴിപാടുകളുണ്ടെന്ന് പറഞ്ഞത് കേട്ടു. അപ്പോൾ ഇനി ഒരിക്കൽ പോകുമ്പോൾ ആ വഴിപാടുകളെ പറ്റി കൂടെ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക.